ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് ഒരുപാട് പരിപാടികൾ ഇനിയും നടത്തി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വളരെ ദീർഘമായ ഒരു സംസാരം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശ പോരാട്ടത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് വലിയ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. കഴിഞ്ഞ 57 വർഷക്കാലത്തിനിടയിൽ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ കൃഷ്ണാട്ട് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന കക്ഷി ഏതെന്ന് നോക്കാതെ തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ സ്വീകാര്യതയും അംഗീകാരവും കേരളത്തിലെ ജീവനക്കാരുടെ ഇടയിൽ ഈ സംഘടനയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ടി റിജേഷ് രക്തസാക്ഷി പ്രമേയവും ദിനേശ് കുമാർ എം അനുശോചന പ്രമേയവും കെ പി ഗോപകുമാർ സംഘടനാ റിപ്പോർട്ടും ബാനം ദിവാകരൻ പ്രവർത്തന റിപ്പോർട്ടും എ ആമിന വരവ് ചെലവ് കണക്കും സുനിൽകുമാർ കുണിയേരി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡി ബിനിൽ, നരേഷ് കുമാർ കുന്നിയൂർ, ബിജുരാജ് സി കെ, യമുന രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീജി തോമസ് പ്രമേയം അവതരിപ്പിച്ചു. എസ് എൻ പ്രമോദ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ വി കൃഷ്ണൻ സ്വാഗതവും സനൂപ് പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.